കേരളത്തിലെ മഴ സാഹചര്യം കുറഞ്ഞിട്ടുണ്ട്. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിൻ്റെയും വിവരങ്ങൾ നോക്കാം. ഒപ്പം 1934 ശേഷമുള്ള അക്രമാസക്തവും വിനാശകരവുമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിൻ്റെ ദുരന്ത ദൃശ്യങ്ങളും വിവരങ്ങളും നോക്കേണ്ടതുണ്ട്. ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. അറബിക്കടലിൽ ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു. ബംഗാൾ ഉൾക്കടൽ ചക്രവാത ചുഴി ഇന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കും. നിലവിലെ സൂചനയനുസരിച്ച് ഡിസംബർ 18-19 വടക്കൻ തമിഴ്നാട് ആന്ധ്ര തീരത്തിന് സമീപം എത്തിച്ചേരാൻ സാധ്യത. കേരളത്തിൽ അടുത്ത 2-3 ദിവസം മഴ ദുർബലമാകും. 18-19 ശേഷം വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ്. ആ ദിവസങ്ങളിലേക്ക് ഇപ്പോൾ അലർട്ടുകളും പ്രഖ്യാപിക്കുന്നുണ്ട്. 226 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറിയ ദ്വീപായ മയോട്ടയിൽ ഉണ്ടായ കനത്ത ചുഴലിക്കാറ്റിൻ്റെ ദൃശ്യങ്ങളും ഫ്രാൻസ് പ്രവിശ്യയായ ഇവിടുത്തെ ഞെട്ടിക്കുന്ന ദുരന്ത ദൃശ്യങ്ങളും വാർത്തയുമാണ്. ചിഡോ ചുഴലിക്കാറ്റ് ഫ്രഞ്ച് പ്രദേശമായ മയോട്ടിയിൽ കാര്യമായ നാശം വിതച്ചു. അതിൻ്റെ ഫലമായി 11 മരണങ്ങളും ഗുരുതരമായ നാശനഷ്ടങ്ങളും ഉണ്ടായിരിക്കുന്നു. മൊസാംബിക്കിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഇത് പുരോഗമിക്കുമ്പോൾ കൂടുതൽ നാശവും നഷ്ടവും സംഭവിക്കുമെന്നാണ് ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ദുരിതബാധിത പ്രദേശങ്ങളെ സഹായിക്കാൻ വിഭവങ്ങൾ വിന്യസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഏറ്റവും സ്ഥിതി ഗുരുതരമായി തുടരുകയാണെന്നും അറിയിപ്പ് ലഭ്യമായിരിക്കുന്നു. ചുരുങ്ങിയത് 11 പേരെങ്കിലും മരണപ്പെട്ടതായാണ് അറിയിപ്പ്. ഫ്രാൻസിൻ്റെ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തീവ്രമായ ചുഴലിക്കാറ്റ് ഇപ്പോൾ ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തേക്ക് പുരോഗമിക്കുകയാണ്. ആശുപത്രികളും വീടുകളും അടക്കം നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ലെവൽ 4 ചുഴലിക്കാറ്റായി തരംതിരിച്ചിരിക്കുന്ന ചിഡോ ചുഴലിക്കാറ്റ് മയോട്ടെ, ഫ്രഞ്ച് കൊമറോസ് ദ്വീപുകൾ, മഡഗാസ്കർ എന്നിവിടങ്ങളിൽ ജനജീവിതത്തെ തടസ്സപ്പെടുത്തി.